ഹായ് ഗൈസ്, ഈ പുതുവർഷത്തിലെ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആയിട്ടത്. ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളുകളായി വിചാരിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്കതിന് അവസരം ഒത്തു വന്നത്. അപ്പോൾ ഞാനിത് എന്താണ് ഈ നിരത്തി വെച്ചേക്കണമെന്നല്ലേ, ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ്. ഇത് പച്ചരി. ഇത് നമ്മുടെ അരിയിലൊക്കെ മിക്സായി വരുന്ന പ്രോട്ടീൻ എന്ന് പറയുന്ന അരി പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഇത് മട്ടേരിയാണ്. വെള്ളേരി ഉണ്ടായിരുന്നു, വേഗം വേവണ വെള്ളേരി ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അത് ഞാൻ ചോറ് വെച്ചിട്ട് കഴിഞ്ഞതാട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 നവംബർ മാസം മുതലാണ് നമ്മൾ ഈ വാങ്ങണ റേഷൻ്റെ അരിയിൽ പ്രോട്ടീൻ എന്ന് പറയുന്ന ഈ വെളുത്ത സാധനം മിക്സായി വരാൻ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ റേഷൻ കടക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇത് പ്രോട്ടീൻ മിക്സായി വരണേന്നാണ് പറയണത്. ശരിക്കും ആർക്കും ഇതിനെക്കുറിച്ചൊരു അറിവില്ല. പിന്നെ പല റേഷൻ കടയിൽ നിന്നും അരികൾ വാങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടും ചോദിച്ചപ്പോഴും അവർ ഇത് തന്നെയാണ് പറയണത്. ഇത് പറക്കി കളയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ സാധാ ചോറ് വയ്ക്കുന്ന പോലെ വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയണത്. ഇതെന്ത് പ്രോട്ടീൻ എന്നാണ് പറയണത് ഗൈസ്? ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അരിയിൽ ഈ വെളുത്ത സാധനം പറക്കി തോറ്റു. ഇത് പറക്കി കളയാണ്ട് ചോറ് വയ്ക്കാനും നമുക്കൊരു മനതൃപ്തിയില്ല. കുഞ്ഞു മക്കളും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കഴിക്കാനുള്ളതല്ലേ, എല്ലാ രോഗം വന്നാലോ എന്ന് വെച്ചിട്ട് ഞാനിത് നന്നായി പറക്കിയിട്ട് ഒരു 5-6 വട്ടം കഴുകിയിട്ടാണ് ഞാൻ ചോറ് വയ്ക്കൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെയാണോ ചെയ്യണത്? അതറിയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ആരെങ്കിലും പറക്കാതെ വയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ശരിക്കും ഇത് പറക്കി കളഞ്ഞിട്ട് ഒരു 5-6 വട്ടമൊക്കെ കഴുകിയിട്ട് ചോറ് വയ്ക്കണതാട്ടോ എല്ലാം കൊണ്ടും നല്ലത്. പിന്നെ ഇതിനെക്കുറിച്ച് ശരിക്കും അറിയാവുന്നവരുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല, അപകടകാരിയല്ല, ഇത് പ്രോട്ടീൻ തന്നെയാണ്. ആർക്കെങ്കിലും സത്യാവസ്ഥ അറിയാമെങ്കിൽ കമൻറ്റിൽ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരി വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരുപാട് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. പച്ചരിയിലൊക്കെ ഈ സാധനം കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് പറക്കി കളയാൻ പറ്റാറില്ല. കാരണം ഈ പച്ചരിയുടെ അതേ കളറിലാണ് ഈ വെളുത്ത സാധനം ഇങ്ങനെ കിടക്കണത്. കണ്ടില്ലേ, ഞാനിത് ടിന്നിൽ ഒരുപാട് നാൾ മുമ്പ് പറക്കി വെച്ചായിരുന്നതാണ്. അതിപ്പോൾ പൂത്തുപോയി, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചായിരുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, നന്നായി പൂത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പ്ലാസ്റ്റിക്കൊന്നും അല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കാം. ഒരാടെ അതുപോലെ പ്ലാസ്റ്റിക് അരി റേഷൻ്റെ അരിയിൽ മിക്സായി വരണമെന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അതുപോലെ പറക്കി വെച്ചെന്ന് കുറച്ചെടുത്ത് കത്തിച്ച് നോക്കി. അപ്പോൾ അത് കരിയാണ് ചെയ്തത്, ഉരുകിയിട്ട് ഇങ്ങനെ നിന്നൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് പ്ലാസ്റ്റിക്കൊന്നും അല്ലാന്ന്. പക്ഷേ എന്തോ ഇത് ശരീരത്തിന് കേടാന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ പാവപ്പെട്ട നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ അല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ. പണക്കാർക്ക് ഇപ്പോൾ ഈ അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോലെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി ഈ അരിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് സത്യസന്ധമായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ നമുക്ക് ഒരു 1/2 ലിറ്റർ മണ്ണെണ്ണ കിട്ടിക്കൊണ്ടിരുന്നതാണ് വല്ലപ്പോഴും, അപ്പോൾ അതും ഇല്ലാണ്ടായി. അപ്പോൾ നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ അടുത്ത് എന്തും നടക്കും, അതാണ് ആൾക്കാർ കണ്ടേക്കണത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇതൊക്കെ പറക്കി കളഞ്ഞ് സുരക്ഷിതരായിട്ട് നന്നായി കഴുകി ചോറ് വെച്ച് കഴിക്കാൻ നോക്കാം. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് പുറം വിലയ്ക്ക് അധിക വിലയ്ക്ക് അരി വാങ്ങിയിട്ട് സാധാരണപ്പെട്ടവർക്ക് ഒന്നും ജീവിക്കാൻ പറ്റുമല്ലോ. റേഷൻ്റെ അരി തന്നെയല്ലേ നമുക്ക് ആശ്രയം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്.